നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വില്ലനാരെന്നറിയാമോ? അത് മറ്റാരുമല്ല, അത് നമ്മളുടെ ഭയം, നമ്മളുടെ മടുപ്പ്, നമ്മളുടെ ആത്മവിശ്വാസക്കുറവ്. ഇവയെല്ലാം ദിവസവും നമ്മെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന വില്ലന്മാരാണ്. ഇന്ന് ആ വില്ലന്മാരെ എങ്ങനെ കിൽ ചെയ്യാമെന്ന് നോക്കാം. അതായത് ഒരു സിനിമയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹീറോ വിജയിക്കണമെങ്കിൽ ആദ്യം വില്ലനെ തോൽപ്പിക്കണം. അതുപോലെ നമ്മുടെ ജീവിതത്തിലും വിജയിക്കണമെങ്കിൽ ചില വില്ലന്മാരെ ഇല്ലാതാക്കേണ്ടതുണ്ടാവും. ഒന്നാമത്തെ വില്ലനാണ് മടുപ്പ്. നാളെ തുടങ്ങാം, ഇനി കുറച്ച് കഴിഞ്ഞ് നോക്കാം. ചിന്തകളാണ് സ്വപ്നങ്ങൾ നശിപ്പിക്കുന്നത്. ഓർക്കുക, ആക്ഷൻ ബീറ്റ് മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷൻ വരാൻ കാത്തിരിക്കാതെ പ്രവർത്തിക്കാൻ തുടങ്ങുക. രണ്ടാമത്തെ വില്ലൻ ഭയം. പരാജയപ്പെടുമോ എന്ന ഭയം, ആളുകൾ എന്തു പറയുമോ എന്ന ഭയം. ഈ ഭയമാണ് പലരുടെയും കഴിവുകളെ പൂട്ടിയിടുന്നത്. ഓർക്കുക, നിങ്ങൾ ശ്രമിക്കാത്ത ആൾ പരാജയം ഉറപ്പാണ്. ശ്രമിച്ച വിജയത്തിനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. ശ്രമിക്കാതെ വിജയം ഉണ്ടാവില്ല. ശ്രമിച്ചു കഴിഞ്ഞാൽ തോറ്റാലും വിജയിക്കാനുള്ള അവസരം ഉണ്ട് എന്നാണ്. മൂന്നാമത്തെ വില്ലൻ ആത്മവിശ്വാസക്കുറവ്. എനിക്ക് കഴിയില്ല, ഞാൻ അത്ര നല്ലവനല്ല. ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ പുറത്താക്കണം. കാരണം ഓരോ വിജയിയും ഒരിക്കൽ തുടക്കക്കാരനായിരുന്നു എന്നുള്ളതാണ്. നാലാമത്തെ വില്ലൻ നെഗറ്റീവ് ചിന്തകൾ. നിങ്ങൾ ദിവസവും കേൾക്കുന്ന ഏറ്റവും ശക്തമായ ശബ്ദം നിങ്ങളുടെ സ്വന്തം മനസ്സിൽ ശബ്ദമാണ്. അത് നെഗറ്റീവ് ആണെങ്കിൽ ജീവിതം നെഗറ്റീവാണ്, അത് പോസിറ്റീവ് ആണെങ്കിൽ ജീവിതം പോസിറ്റീവാണ്. സാധ്യതകളും പറഞ്ഞു. അതുകൊണ്ട് നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ വില്ലൻ സമയം പാഴാൻ. സോഷ്യൽ മീഡിയ, എൻഡ്ലെസ് സ്ക്രോളിംഗ്, അൺനെസറി ഡിസ്ട്രാക്ഷൻസ് ഇവയാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ മോഷ്ടിക്കുന്ന തകർന്നാൽ. ഓരോ ദിവസവും 1 മണിക്കൂർ ലക്ഷ്യമായി മാറ്റി വെച്ച് കഴിഞ്ഞാൽ 1 വർഷത്തിന് ശേഷം നിങ്ങൾ മറ്റൊരു ലെവലിലേക്കാവും. ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിലെ വില്ലന്മാർ പുറത്തല്ല, അവർ നിങ്ങളുടെ ഉള്ളിലാണ്. മടുപ്പിനെ കൊല്ലൂ, ഭയത്തെ കൊല്ലൂ, ആത്മവിശ്വാസത്തിനെ കൊല്ലൂ, നെഗറ്റീവ് ചിന്തകളെ കുറയൂ, സമയം പാഴാക്കുന്ന ശീലങ്ങളെ കൊല്ലൂ. കാരണം വില്ലന്മാർ വീഴുമ്പോഴാണ് ഹീറോ ഉയരുന്നത്. ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഹീറോ ആകൂ. Heal your villains, build your future, and